ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നയന ആദർശിനോട് പറയുന്നുണ്ട്, നമുക്ക് ചേച്ചിയോട് എല്ലാം പറഞ്ഞാലോ, എനിക്ക് ചേച്ചിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നത് വേണ്ട, അവൾ എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ കോടതിയും കേസായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ എന്തായാലും അഭി നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിക്കണ്ടല്ലോ, നവിയുടെ വർത്തമാനം നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശും ഇനി ചന്തുമോളോട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശൻ ചന്തുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി അനഘടത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതൊന്നും നിൻ്റെ കാലും കൈയൊന്നും ഇനി ഒരിക്കലും ചലിക്കില്ല അടി, ഇതൊന്നും ഒരിക്കലും ചലിക്കാൻ പോണില്ല, ഇനി അഥവാ ചലിച്ചാൽ നിൻ്റെ ഹൃദയത്തിൻ്റെ ചലനം ഞാൻ നിർത്തി തരും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശൻ നയനോട് പറയുന്നുണ്ട്, നമ്മളുടെ അനിയുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരു വിഷവിത്താണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അന്ന് അവളുടെ അമ്മ അവൾക്ക് സപ്പോർട്ടായിരുന്നല്ലോ, അനാമികയ്ക്ക് സപ്പോർട്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ അവൾ ഇവിടേക്ക് കയറി വന്നത്. അനി എങ്ങാനും ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവളെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ ആദർശൻ നയനോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അമ്മ നയനോട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും പ്രസവിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വളർത്താൻ ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രസവിക്കേണ്ടത് വിചാരിച്ചിട്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, പ്രസവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കണത്, അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചികിത്സ നടത്തണതെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവളെ പെണ്ണെന്ന് വിളിക്കില്ല, അവൾ സ്വന്തം സുഖത്തിനെ തെരഞ്ഞു പോണവളാണെന്ന് വിളിക്കുള്ളൂ എന്നൊക്കെ നയന ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ദേവയാനി ഇങ്ങനെ പുറത്തുകൂടെ പോകുന്ന സമയത്ത് നമ്മുടെ അനാമിക ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്, അവളെ കാമുകൻ്റെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അവൾ അത് കാണുന്നുണ്ട്. എന്തായാലും അനാമികയുടെ കള്ളത്തരം മുഴുവൻ ദേവയാനി പിടിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.